പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു. നമസ്കാരം. നമുക്ക് വളരെ സങ്കടപ്പെടുന്ന വാർത്തയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന മറ്റു ഭാഗങ്ങളിലും മഴക്കെടുതികളുടെ വാർത്തകൾ വരുന്നുണ്ട്. സൈന്യത്തിൻ്റെ അടിയന്തരമായ ഇടപെടൽ വേണമെന്ന് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നു. മാത്രമല്ല സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്നത് പോലും കണ്ടിട്ട് ഒരു പാറക്കൂട്ടത്തിൻ്റെ അടിയിൽ കാല് വിട്ടുപോയ ഒരു മനുഷ്യൻ്റെ നിലവിളി കൂടി അല്പം മുമ്പ് നമ്മൾ കേട്ടു. വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്നത്? ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം വളരെ ഗുരുതരമായി ഉള്ള ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. എത്ര പേരാണ് കാണാതായിരിക്കുന്നത്, എത്ര പേരാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കണക്ക് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഞങ്ങളുടെ MLA സിദ്ദിഖുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം ഈ സംഭവ സ്ഥലത്തിന്റെ ഏറ്റവും അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഈ ഉരുൾപൊട്ടലിലൂടെ ഒരു പുഴ തന്നെ പുതിയതായിട്ട് ഫോം ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതിശക്തമായ ഒഴുക്കുള്ള ഒരു പുതിയ പുഴ ഈ ഉരുൾപൊട്ടലിനോടനുബന്ധിച്ച് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില മൃതശരീരങ്ങൾ താഴെ ചാലിയാറിൽ നിന്നും മറ്റു പുഴയിൽ നിന്നും കണ്ടെടുക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് മാത്രമല്ല, നോർമൽ കേസിൽ ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് മാത്രമാണ്, അതിന്റെ താഴെയുള്ള വീടുകൾ മാത്രമാണ് അമർന്നിരിക്കുന്നത്. ഉരുൾപൊട്ടി വലിയ തോതിൽ ഈ കല്ലും മണ്ണും ചെളിയും വെള്ളവും ഇങ്ങനെ ഒഴുകി മറ്റൊരു പുഴ ഫോം ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ പോയ വഴിയിൽ ഒരുപാട് ദുരന്തങ്ങൾ, ഈ പുഴ ഒഴുകുന്ന വഴിയിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കണക്ക് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. മാത്രമല്ല രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെയും ഫോണിൽ അദ്ദേഹവുമായിട്ടും സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇതേ വിവരങ്ങൾ തന്നെയാണ് ഞാനുമായിട്ടും പങ്കുവച്ചത്. അവിടെ നിന്ന് നമ്മൾ കിട്ടാവുന്ന ആളുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പരമാവധി ആളുകളെ പരിസര പ്രദേശത്ത് നിന്നും അടുത്ത ഗ്രാമങ്ങളിൽ നിന്നും അവിടെ എത്താൻ കഴിയാവുന്നവരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തുന്നുണ്ട്. ഞാനും 2-3 മണിക്കൂറിനകം അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കനത്ത മഴയാണ്, ഇരുട്ടോടുകൂടിയ മഴയാണ്. പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് സ്ഥലത്ത് കെടുതികളുണ്ട്. പക്ഷെ ഇത് വളരെ അപ്രതീക്ഷിതമായ, നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ ആഴത്തിലുള്ള ഒരു മഹാദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. വി ഡി സതീശൻ, താങ്കൾ ഈ ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഉരുളൻ കല്ലുകൾ ഉരുണ്ട് വന്ന് കൂടിക്കിടക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ തത്സമയം കാണുന്നത്. ഈ പാറക്കഷണങ്ങൾ നീക്കം ചെയ്യാൻ പോലും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ശ്രീ വി ഡി സതീശൻ, താങ്കൾ കാര്യമായി ഇതിൽ എന്തൊക്കെ ഇടപെടൽ നടത്താമോ അതൊക്കെ ചെയ്യുക. വീണ്ടും നമുക്ക് ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് വിശ്വാസം. താങ്ക് യു ശ്രീ വി ഡി സതീശൻ.